നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് കമൻറ്റ്സ് എഴുതി ചോദിച്ചിരുന്നു, ചേച്ചി വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കുമെന്ന് ഒത്തിരി പേര് എന്നോട് കമൻറ്റ്സ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിരുന്നു, താമസിക്കാതെ അപ്ലോഡ് ചെയ്യാമെന്ന്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പൂജ ചെയ്യുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ ഒരു പൂജ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവിയായിട്ടാണ് ലക്ഷ്മി ദേവിയെ കണക്കാക്കപ്പെടുന്നത്. വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ ചെയ്യുന്നത് വഴി അഷ്ടലക്ഷ്മിയുടെയും അനുഗ്രഹം കൂടിയാണ് ലഭിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം വ്രതം എടുത്തുകൊണ്ട് ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ അനേകം ഫലങ്ങളാണ് ദേവി നൽകുന്നത്. ദാരിദ്ര്യം മാറി കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും കൂടാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ധനം വന്നു ചേരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ലക്ഷ്മി പൂജ 3, 7, 9, 11 എന്നിങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്ര ആഴ്ച വേണമെങ്കിലും ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ ഒരു പൂജ നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ലക്ഷ്മി പൂജ ചെയ്യാനായിട്ട് പാടില്ല. ആ ഒരു സമയം ഒഴിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും ലക്ഷ്മി പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പൂജയ്ക്ക് ആവശ്യമുള്ള വിളക്കുകൾ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര വിളക്കാണോ എടുക്കുന്നതെങ്കിൽ അത്രയും വിളക്കിൽ നിങ്ങൾ ഇതുപോലെ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊട്ട് കൊടുക്കുക. വിളക്ക് വെക്കുന്ന തട്ടവും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ വിളക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വെള്ളിയാഴ്ച ദിവസം വിളക്ക് കത്തിക്കുമ്പോൾ നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലാത്ത ദിവസങ്ങളിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാവുന്നതാണ്. വിളക്കും തട്ടവും ഇപ്പം മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലക്ഷ്മി പൂജ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമാണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ആ ഫോട്ടോയോ വിഗ്രഹമോ വെക്കുന്ന ഒരു പീഠത്തിൽ കുറച്ച് പച്ചരി ഇട്ട് കൊടുക്കുക. അതിൽ അഷ്ടദള പത്മം വരയ്ക്കേണ്ടതാണ്. ലക്ഷ്മി പൂജ നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ അഷ്ടദള പത്മം വരച്ചതിന് ശേഷം മാത്രമേ വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിലും വയ്ക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് അഷ്ടദള പത്മം വരയ്ക്കാം. ഒരു പീഠത്തിൽ പച്ചരി ഇട്ടതിന് ശേഷം 4 വരകൾ വരയ്ക്കുക ക്രോസായിട്ട്. അതിനുശേഷം ആ 4 വരകളുടെയും എൻഡുകൾ തമ്മിൽ ഒരു പുഷ്പത്തിൻ്റെ ഇതളിൻ്റെ ഒരു ഷേപ്പിലൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അത്രയും ചെയ്യുമ്പോൾ തന്നെ അഷ്ടദള പത്മമായി. അരിപ്പൊടി ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് അഷ്ടദള പത്മം വരയ്ക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചുവന്ന കളറിലെ പട്ട് വിരിച്ചു കൊടുക്കാം. ചുവന്ന കളറിലെ പട്ടില്ലെങ്കിൽ ചുവന്ന തുണി ഉണ്ടെങ്കിലും മതിയാകും. ഇനി നിങ്ങളുടെ ഈ മഞ്ഞപ്പട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പട്ടും വിരിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ പീഠത്തിലേക്ക് നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വിഗ്രഹമുണ്ടെങ്കിൽ വിഗ്രഹവും വെച്ച് കൊടുക്കാവുന്നതാണ്. ഏത് പൂജ ചെയ്യുമ്പോഴും ആദ്യം പൂജ കൊടുക്കേണ്ടത് വിനായകനാണ്. അതുകൊണ്ട് വിനായകൻ്റെ ഫോട്ടോയോ വിഗ്രഹവും ഉണ്ടെങ്കിൽ വെക്കാൻ മറക്കരുത്. നിങ്ങളുടെ കയ്യിൽ വിനായകൻ്റെ ഫോട്ടോയും വിഗ്രഹവും ഇല്ല എങ്കിൽ കുറച്ച് മഞ്ഞൾ വെള്ളം ഒഴിച്ച് കുഴിച്ചതിന് ശേഷം വിഘ്നേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ആ ഒരു മഞ്ഞൾ ഗണപതിയെ നിങ്ങൾക്ക് പൂജയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ലക്ഷ്മി ദേവിക്ക് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊട്ടിട്ടുണ്ട് ഫോട്ടോയിൽ. ഇനി ലക്ഷ്മി ദേവിക്ക് മാല ചാർത്താവുന്നതാണ്. ഞാനിപ്പോൾ പൂജയിൽ എൻ്റെ വീട്ടിലുള്ള എനിക്ക് ലഭിക്കുന്ന പൂക്കൾ കൊണ്ട് മാത്രമാണ് ഞാൻ പൂജ ചെയ്യുന്നത്. മാല കെട്ടാനും വീട്ടിലത്തെ പൂക്കൾ കൊണ്ട് തന്നെയാണ് ഞാൻ മാല കെട്ടിയിരിക്കുന്നത്. ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവിക്ക് ഗ്രാമ്പൂ മാലയോ ഏലക്ക മാലയോ ചേർത്തുന്നത് ഉത്തമമാണ്. ഇനി നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നും മുല്ലപ്പൂ മാലയോ ജമന്തി മാലയോ ഒക്കെ മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പൂമാലകളൊക്കെ ചാർത്താവുന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഏലക്ക മാലയോ അല്ലെങ്കിൽ ഗ്രാമ്പൂ മാലയോ ഞാൻ ചാർത്താറുണ്ട്. ഞാൻ ഇന്ന് ചാർത്തിയിരിക്കുന്നത് ഏലക്ക മാലയാണ്. മഞ്ഞളും അതുപോലെ തന്നെ കുങ്കുമവും ഞാൻ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമല്ല, നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം. ഇനി ഉപ്പ് വേണമെങ്കിൽ അതും വെക്കാവുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുക്കൾ എന്തും തന്നെ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുന്നത് ഐശ്വര്യമാണ്. ഒരു ലക്ഷ്മി വിളക്കും അല്ലാതെ ചെറിയ 2 വിളക്കുമാണ് ഞാൻ കത്തിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കേണ്ട ഒരു സൗകര്യത്തിന് ചെറിയ വിളക്ക് കത്തിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ വലിയ വിളക്കുണ്ടെങ്കിൽ വലിയ വിളക്ക് നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. നിവേദ്യത്തിനായിട്ട് പാലും പഴവും അതുപോലെ തന്നെ ഒരു നാരങ്ങയും വെച്ചിട്ടുണ്ട്. വെറ്റയും അടയ്ക്കയും വെച്ചിട്ടുണ്ട്. വെളുത്ത വസ്തുക്കൾ എന്തും തന്നെ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ടതാണ്. പാൽപ്പായസം വെക്കാൻ പറ്റുമെങ്കിൽ പാൽപ്പായസം വെക്കാവുന്നതാണ്. പാലും പഴവും മാത്രമല്ല, നിങ്ങൾക്കിഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ലക്ഷ്മി പൂജയ്ക്ക് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് നിവേദ്യമായിട്ട്. ഞാൻ ഗണപതി ഭഗവാനും 2 പഴം നിവേദ്യമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ആദ്യമേ
അഗർബത്തി കൊണ്ടുള്ള ആരതിയാണ് കൊടുക്കേണ്ടത്. ആദ്യമേ ഗണപതി ഭഗവാന് ആരതി കൊടുക്കാം. പൂജ ചെയ്യുന്നതിൽ യാതൊരു പിഴവും ഉണ്ടാകാതെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹമാണ് ആദ്യമേ വാങ്ങേണ്ടത്. ഒരു പുഷ്പമിട്ട് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഗണപതി മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ആരതി കൊടുക്കുക. ഇനി നമുക്ക് ലക്ഷ്മി ദേവിക്കാണ് ആരതി കൊടുക്കേണ്ടത്. അഗർബത്തി കൊണ്ട് ആരതി കൊടുക്കുക. ഓം ലക്ഷ്മി ദേവി നമ എന്ന് പറഞ്ഞ് ദേവിക്ക് ഒരു പുഷ്പം കൊടുക്കുക. കപ്പ് സാമ്പ്രാണി ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്നുകൂടി ആരതി കൊടുക്കുന്നുണ്ട്. ആദ്യം ഗണേശന് കൊടുക്കുക, അതിനുശേഷം ലക്ഷ്മി ദേവിക്ക് കൊടുക്കുക. പൂജ ചെയ്യുമ്പോൾ ആദ്യം ധൂപ ദീപ ആരതിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ സാമ്പ്രാണി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കപ്പ് സാമ്പ്രാണി എടുക്കണമെന്നില്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നിങ്ങളുടെ കപ്പ് സാമ്പ്രാണി ഉണ്ടെങ്കിൽ കപ്പ് സാമ്പ്രാണി വെച്ചിട്ട് നിങ്ങൾക്ക് ആരതി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ദീപ ആരതിയാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ നെയ്ദീപ ആരതിയാണ് എടുത്തിരിക്കുന്നത്. ഗണപതി ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആദ്യമേ ഗണേശന് വേണം ദീപാരതി കൊടുക്കാനായിട്ട്. അതിനുശേഷം ലക്ഷ്മി ദേവിക്ക് ദീപാരതി കൊടുക്കാം. ഓം മഹാലക്ഷ്മി നമ എന്ന് ജപിച്ചുകൊണ്ട് വേണം ഓരോ പൂജയും സമർപ്പിക്കാനായിട്ട്. ദീപ ആരതി ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നിവേദ്യമാണ് സമർപ്പിക്കേണ്ടത്. നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം പുഷ്പങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം ആ നിവേദ്യം ദേവി സ്വീകരിക്കുന്നതിന് വേണ്ടി കൈകൊണ്ട് തന്നെ 3 പ്രാവശ്യം ദേവിക്ക് ആ നിവേദ്യം കൊടുക്കുക. ഒരു പഴവേ നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്കത് പൂർണ്ണ മനസ്സോടും ഭക്തിയോടും കൂടി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ കൊടുക്കുന്നത് എന്തും ദേവി സ്വീകരിക്കും. അതിനുശേഷം പുഷ്പങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ലക്ഷ്മി അഷ്ടോത്തരങ്ങൾ 108 തവണ ചൊല്ലിയതിന് ശേഷം ഓരോ പൂക്കൾ കൊണ്ട് അർച്ചനയാണ് ചെയ്യുന്നത്. മഹാലക്ഷ്മി അഷ്ടോത്തരങ്ങൾ അറിയാത്തവർക്ക് ഓം മഹാലക്ഷ്മി നമ എന്ന് നിങ്ങൾക്ക് 108 തവണ ചൊല്ലി പുഷ്പങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ഓരോ തവണയും ഓം മഹാലക്ഷ്മി നമ എന്ന് ചൊല്ലിയതിന് ശേഷം ഓരോ പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിക്കുക. ഇങ്ങനെ 108 തവണ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. മഹാലക്ഷ്മി അഷ്ടോത്തരങ്ങൾ 108 തവണ ചൊല്ലിയതിന് ശേഷം ബാക്കി പൂജ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 108 അഷ്ടോത്തരങ്ങളും ചൊല്ലി പുഷ്പങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി കർപ്പൂര ആരതിയാണ് കൊടുക്കേണ്ടത്. ഇനി വിനായകന് ആദ്യമേ തന്നെ കർപ്പൂര ആരതി കൊടുക്കാം. 3 പ്രാവശ്യം വിഘ്നേശ്വര മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ 3 പ്രാവശ്യം ആരതി കൊടുക്കുക. അതിനുശേഷം ലക്ഷ്മി ദേവിക്ക് ആരതി കൊടുക്കാം. ലക്ഷ്മി ദേവിക്ക് ആരതി കൊടുക്കുന്നത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല, ക്യാമറ ഓഫായി പോയിരുന്നു. അപ്പോൾ നിങ്ങൾ ലക്ഷ്മി ദേവിക്ക് ആരതി കൊടുക്കുക. അതിനുശേഷം സ്വയം 3 പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും ദേവി തരണമേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്നതായിരിക്കും. വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നതും വളരെ ഉത്തമമാണ്. പൂജ തീർന്ന് നിവേദ്യം മാത്രം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാവുന്നതാണ്. ബാക്കി പൂജ നടത്തിയ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഇരിക്കുക. അന്നത്തെ ദിവസം ഒന്നും തന്നെ എടുക്കരുത്. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് പൂജ ചെയ്ത സ്ഥലം നിങ്ങൾക്ക് വൃത്തിയാക്കാവുന്നതാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.